നവകേരള സദസ് എന്ന തലസ്ഥാനത്തേക്ക് എത്തുകയാണ്, തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയല്ലേ ആസൂത്രണം ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രതിഷേധം? ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് വർക്കലയിലേക്ക് നവകേരള സദസ് എത്തുന്നത്. ആ സമയം മുതൽ വലിയ രീതിയിൽ പ്രതിഷേധം പക്ഷേ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാഗത്തൊക്കെ ഉണ്ടാകും. ഇന്ന് നവകേരള സദസ്സിന് തിരുവനന്തപുരത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് 564 പോലീസ് സ്റ്റേഷനിലേക്കും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 5 ലക്ഷം പേരെ അണിനിർത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നവകേരള സദസ് അവസാനിക്കുന്ന 23-ന് DGPയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധം തുടരുകയാണ്. 23 വരെ വിവിധയിടങ്ങളിൽ നവകേരള സദസ് നടക്കുന്നു. ആ പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും ഉണ്ടാകുക. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഈ 23-ാം തീയതി വരെ തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 8 മണി വരെ ഡ്രോൺ പറത്തുന്നടക്കമുള്ള നിരോധനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചുള്ള പോലീസ് വിന്യാസവും സുരക്ഷാ ക്രമീകരണവുമാണ് പോലീസ് അടക്കമുള്ളവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നവകേരള സദസ് തലസ്ഥാന നഗരത്തിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല. നിത, പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.